ചോദ്യം: ഞങ്ങളുടെ നാട്ടിൽ ചില പള്ളികളിൽ ഇമാം മഗ്‌രിബ് നിസ്കാരശേഷം മറ്റു നിസ്കാരങ്ങൾക്ക് പിറകെ ചൊല്ലാറുള്ള ദിക്റുകളൊന്നും ചൊല്ലാതെ ദുആ ഇരിക്കുന്നതായി കാണുന്നു. അതെന്തുകൊണ്ടാണ്? മഗ്‌രിബ് നിസ്കാരത്തിന് ഈ ദിക്റുകളൊന്നും ബാധകമല്ലേ? ഉത്തരം: മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷവും മേൽപ്പറയപ്പെട്ട ദിക്റുകളെല്ലാം സുന്നത്ത് തന്നെയാണ്. എന്നാൽ അധിക പള്ളികളിലും ഇമാം മഗ്‌രിബ് നിസ്കാരശേഷം മറ്റു നിസ്കാരങ്ങൾക്ക് പുറകെ ചൊല്ലാറുള്ള ദിക്റുകൾ ചൊല്ലുന്നതായി കാണാത്തത് മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ അദാ ആയ സമയം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ജദീദായ അഭിപ്രായമനുസരിച്ച് വുളു, ഔറത്ത് മറക്കൽ, വാങ്ക്, ഇഖാമത്ത്, 5 റക്അത്ത് നിസ്കാരം തുടങ്ങിയവക്ക് ആവശ്യമായ സമയം മാത്രമാണ്. ഈ അഭിപ്രായപ്രകാരം സമയം കഴിയലോടെ മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞു. മേൽപ്പറയപ്പെട്ട ദിക്റുകൾ ചൊല്ലിയാൽ മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ഖളാ ആയിപ്പോകും. അതുകൊണ്ട് മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം അദാ ആയി തന്നെ നിസ്കരിക്കണം എന്ന സൂക്ഷ്മതയ്ക്ക് വേണ്ടിയായിരിക്കാം ഇമാം അങ്ങനെ ചെയ്യുന്നത്. മേൽപ്പറയപ്പെട്ട ദിക്റുകൾ സുന്നത്ത് നിസ്കാരത്തിന് ശേഷവും ചൊല്ലാമല്ലോ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖദീമായ അഭിപ്രായമനുസരിച്ച് മഗ്‌രിബിൻ്റെ അദാ ആയ സമയം മേഘത്തിലുള്ള ചുവപ്പ് മായുന്നതുവരെയാണ്. ഈ ഖദീമായ അഭിപ്രായമാണ് ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. അതുകൊണ്ട് മറ്റു നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുന്നത് പോലെ മഗ്‌രിബ് നിസ്കാരശേഷം മേൽപ്പറയപ്പെട്ട ദിക്റുകൾ ചൊല്ലലാണ് നല്ലത്. അല്ലാതിരുന്നാൽ മസ്അല അറിയാത്ത സാധാരണക്കാരായ മഅ്മൂമീങ്ങൾ പ്രസ്തുത ദിക്റുകൾ ഒഴിവാക്കും.